സീറോ മലബാർ അസംബ്ലി അന്തിമ പ്രസ്താവന വസ്തുതാവിരുദ്ധം, അൽമായ മുന്നേറ്റം. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് സീറോ മലബാർ അസംബ്ലി ശക്തമായി ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ പുറത്തുവന്ന സീറോ മലബാർ സഭാ വക്താവിന്റെ പ്രസ്താവന വസ്തുത വിരുദ്ധമാണെന്ന് അസംബ്ലിയിൽ പങ്കെടുത്ത എറണാകുളം അതിരൂപത പ്രതിനിധികൾ ആരോപിച്ചു. 3 ദിവസമായി പാലായിൽ വെച്ച് നടന്ന അസംബ്ലിയിൽ 2 മണിക്കൂറായി നടത്തിയ സീറോ അവറിൽ മാത്രമാണ് കുർബാന വിഷയം പരാമർശിക്കപ്പെട്ടത്. അവിടെ ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചത് ഒരു പ്രതിനിധി മാത്രമാണ്. അതുപോലെ തന്നെ എറണാകുളം അതിരൂപത വിശ്വാസികളുടെ നിലപാട് കൂടി കണക്കിലെടുത്ത് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും മറ്റൊരു പ്രതിനിധി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പുറത്തു വന്നിട്ടുള്ള പ്രസ്താവനയിൽ അത് പരാമർശിക്കപ്പെട്ടിട്ടില്ലെന്ന് അൽമായ മുന്നേറ്റം ആരോപിച്ചു. സീറോ അവറിൽ ആകെ 70 പ്രതിനിധികളാണ് സംസാരിച്ചത്. അതിൽ തന്നെ തികച്ചും പക്ഷപാതപരമായി എറണാകുളം അതിരൂപതയിൽ നിന്ന് ആവശ്യപ്പെട്ടവർക്ക് സമയം അനുവദിച്ചില്ലെന്നും അൽമായ മുന്നേറ്റം ആരോപിച്ചു. 70 പ്രതിനിധികളിൽ 3 പേർ മാത്രമാണ് ഏകീകൃത കുർബാന വിഷയം പരാമർശിച്ചത്. 1.5 മിനിറ്റ് വെച്ച് വെറും 4.5 മിനിറ്റ് മാത്രമാണ് അവർ സംസാരിച്ചത്. 70 പേരിൽ 3 പേർ മാത്രം ആവശ്യപ്പെട്ട കാര്യം ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന ശക്തമായ ആവശ്യമായി അവതരിപ്പിച്ചത് വസ്തുത വിരുദ്ധമാണെന്ന് അൽമായ മുന്നേറ്റം ആരോപിച്ചു. അസംബ്ലിയിൽ അവതരിപ്പിച്ച ഫൈനൽ റിപ്പോർട്ടിൽ ഏകീകൃത കുർബാന എല്ലായിടത്തും അർപ്പിക്കുന്നതിന് അസംബ്ലി പിന്തുണയ്ക്കുന്നു എന്നാണ് വായിച്ചത്. എന്നാൽ സഭാ വക്താവിന്റെ പ്രസ്താവന വന്നപ്പോൾ ഏകീകൃത കുർബാന എല്ലായിടത്തും നടത്തണമെന്ന് അസംബ്ലി ശക്തമായി ആവശ്യപ്പെട്ടു എന്നാക്കിയത് എറണാകുളം അതിരൂപതയിൽ നിലനിൽക്കുന്ന സമവായവും സമാധാനവും മനഃപൂർവ്വം അട്ടിമറിക്കുവാൻ സിനഡ് തന്നെ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണെന്ന് അൽമായ മുന്നേറ്റം അതിരൂപത എക്സിക്യൂട്ടീവ് ആരോപിച്ചു. അതിരൂപതയിൽ നിലനിൽക്കുന്ന സമവായം അട്ടിമറിക്കുവാൻ സിനഡ് ശ്രമിച്ചാൽ ശക്തമായ ജനമുന്നേറ്റം നേരിടേണ്ടി വരുമെന്ന് അൽമായ മുന്നേറ്റം മുന്നറിയിപ്പ് നൽകി. എറണാകുളം അതിരൂപതയുടെ നിലപാട് പരിഗണിച്ചുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ടു പോകുവാൻ സീറോ മലബാർ സിനഡിന് താല്പര്യമില്ലെങ്കിൽ എറണാകുളം അതിരൂപത മാർപ്പാപ്പയുടെ കീഴിൽ സ്വതന്ത്രമായി നിലകൊള്ളുവാൻ അനുവദിക്കണമെന്നും അൽമായ മുന്നേറ്റം അതിരൂപത കൺവീനർ ഷൈജു ആന്റണിയും വക്താവ് റിജു കാഞ്ഞൂക്കാരനും ആവശ്യപ്പെട്ടു. അടിയന്തരമായി കൂടിയ യോഗത്തിൽ കൺവീനർ ഷൈജു ആന്റണി, ജനറൽ സെക്രട്ടറി PP ജെറാർഡ്, ബോബി ജോൺ, റിജു കാഞ്ഞൂക്കാരൻ, അഡ്വക്കേറ്റ് ബിനു ജോൺ, ജെമി അഗസ്റ്റിൻ, തങ്കച്ചൻ പേരയിൽ, പ്രകാശ് P ജോൺ, ജോജോ ഇലഞ്ചിക്കൽ എന്നിവർ പ്രസംഗിച്ചു. നന്ദി.